ഫെബ്രുവരി 26 വിശുദ്ധ നെസ്തോർ. റോമിലെ ദെച്ചിയൂസ് ചക്രവർത്തിയുടെ ഭരണം 249 മുതൽ 251 വരെയായിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ വധിക്കപ്പെടുന്നതിന് മുമ്പ് 2 കൊല്ലകാലം ക്രിസ്തുമതത്തിനെതിരെ ഒരു പൊതുമർദ്ദനം അഴിച്ചുവിട്ടു. ക്രിസ്തുമതത്തെ ഒരു പൊതു ശത്രുവായി കണ്ട് AD 250 ജനുവരിയിൽ അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അതനുസരിച്ച് രാജ്യത്ത് സകലരും റോമൻ ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കണം. ആ കൽപ്പന നടപ്പിലാക്കാൻ അയാൾ കുറെ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ആരാധന അർപ്പിക്കുന്നവർ അവരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. അക്കാലത്ത് പാംഫീലിയായുടെയും ഫ്രിജീത്തായുടെയും ഗവർണറായി എപ്പോളിയോസ് എന്ന ആൾ നിയമിക്കപ്പെട്ടു. ചക്രവർത്തിയെ പ്രീണിപ്പിക്കാൻ അയാൾ ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിച്ചു തുടങ്ങി. പലരും റോമൻ ദൈവങ്ങൾക്ക് ആരാധനയർപ്പിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി. ചിലർ രാജ്യം വിട്ടുപോയി. നിരവധി പേർ വധിക്കപ്പെട്ടു. അന്ത്യോക്യയിലെ മെത്രാൻ ബാബിലസ്, പാലസ്തീനായിലെ മെത്രാൻ അലക്സാണ്ടർ തുടങ്ങിയ പലരും രക്തസാക്ഷികളായി. അന്ന് പാംഫീലിയായിലെ മെത്രാനായിരുന്ന നെസ്തോർ അനന്യമായ ക്രൈസ്തവ ജീവിത സാക്ഷ്യം വഴി ക്രൈസ്തവരുടെയും അക്രൈസ്തവരുടെയും ആദരവിന് പാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വാർത്തകൾ ഗവർണറുടെ ചെവികളിൽ എത്തിയിരുന്നു. ഒരിക്കൽ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നെസ്തോർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ദിവസം വന്നപ്പോൾ പടയാളികൾ വന്ന് നെസ്തോറിനെ തൻ്റെ താമസ സ്ഥലത്ത് കണ്ടെത്തി. അദ്ദേഹം അവരെ മാന്യമായി ഉപചാരപൂർവ്വം സ്വീകരിച്ചു. "മക്കളെ, നിങ്ങൾ എന്തിനാണ് വന്നത്?" നെസ്തോർ പടയാളികളോട് ചോദിച്ചു. "ഗവർണർ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു," പടയാളികൾ മറുപടി പറഞ്ഞു. കുരിശ് വരച്ചുകൊണ്ട് നെസ്തോർ അവരെ പിന്തുടർന്നു. ന്യായാധിപൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ട നെസ്തോറിനോട് അയാൾ ചോദിച്ചു, "താങ്കൾ ചക്രവർത്തിയുടെ കൽപ്പന എന്താണെന്ന് അറിഞ്ഞിട്ടില്ലേ?" "ഞാൻ സർവശക്തൻ്റെ കൽപ്പന എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്, ചക്രവർത്തിയുടേതല്ല," നെസ്തോർ കൂസലില്ലാതെ മറുപടി പറഞ്ഞു. അത് കേട്ട് ന്യായാധിപൻ വീണ്ടും ചോദിച്ചു, "വലിയ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനെങ്കിൽ താങ്കൾ ചക്രവർത്തിയുടെ കൽപ്പന അനുസരിക്കുകയില്ലേ?" "സർവശക്തൻ്റെ ശിക്ഷയല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല," നെസ്തോറിൻ്റെ ഈ ഉറച്ച മറുപടിയിൽ ന്യായാധിപൻ വിസ്മയിച്ചു. ന്യായാധിപൻ അദ്ദേഹത്തെ ഗവർണറുടെ അടുക്കിലേക്ക് അയച്ചു. ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം നെസ്തോർ റോമൻ ദേവന്മാർക്ക് പൂജയർപ്പിക്കാൻ തയ്യാറാണോയെന്നാണ് ഗവർണർക്ക് അറിയേണ്ടിയിരുന്നത്. "ഞാൻ തയ്യാറല്ല," എന്നായിരുന്നു നെസ്തോറിൻ്റെ ഉറച്ച മറുപടി. ഉടൻ നെസ്തോറിനെ കഠിനമായി പീഡിപ്പിക്കാൻ ഗവർണർ ഉത്തരവിട്ടു. പടയാളികൾ അദ്ദേഹത്തെ പീഡനയന്ത്രത്തിൽ കിടത്തി ശരീരം വലിച്ചു നീട്ടി. ഇരുമ്പ് കൊളുത്തുകൊണ്ട് മേലാകെ കീറി മുറിച്ചു. അപ്പോഴും നെസ്തോർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അവസാനം നെസ്തോറിനെ അവർ കുരിശിൽ തറച്ചു. ചുറ്റും നിന്നിരുന്ന ക്രിസ്ത്യാനികളോട് അദ്ദേഹം പറഞ്ഞു, "കുഞ്ഞുങ്ങളെ, നിങ്ങൾ മുട്ടുകുത്തി നിന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ." അവർ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കുമ്പോൾ നെസ്തോർ എന്ന മെത്രാൻ സകല പീഡനങ്ങളും അതിജീവിച്ച് പീഡനങ്ങളില്ലാത്ത സ്വർഗത്തിലേക്ക് പോയി. വിചിന്തനം: എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന യേശുവിൻ്റെ ആഹ്വാനത്തിന് സ്വന്തം മരണത്താൽ പ്രത്യുത്തരം നൽകി നെസ്തോർ കുരിശിൽ മരിച്ചു. ജീവിതത്തിൻ്റെ ദുഃഖദുരിതങ്ങൾ സഹിക്കാൻ ക്രിസ്ത്യാനികൾക്ക് നെസ്തോർ എക്കാലവും മാതൃകയും പ്രചോദനവുമാണ്.